എല്ലാവർക്കും ഗുരുപദൻ ടി.വിയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിരവധി ഏതാണ്ട് 4-5 പോഡ്കാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ട്, പക്ഷേ ഈ വിഷയത്തിനൊരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുവാൻ നമ്മളോടൊപ്പം ഉള്ളത് ബിബിൻ ചേട്ടനുണ്ട്, അതോടൊപ്പം തന്നെ ശിവരാമൻ സാറുണ്ട്. ഇവരൊക്കെയാണ് ഇന്നത്തെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ, ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ വിഷയത്തിൽ ഗുരുപദൻ ടി.വിയിൽ നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ ഗുരു ദൈവമാണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴൊക്കെ ധാരാളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, വഴക്കുകൾ, ചീത്തവിളി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഗൃഹസ്ഥരായിക്കോട്ടെ സന്യസ്തരായിക്കോട്ടെ, ഇനി ഇതൊന്നുമല്ലാത്ത ആളുകൾ പോലും ഗുരു ദൈവമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഒരു പറച്ചിൽ നിലനിൽക്കുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് വരുന്ന ആളുകൾ പറയുന്നത് ഗുരു പച്ചയായ മനുഷ്യനാണെന്ന്. നമുക്കെന്തായാലും ഇന്ന് ഈ ചർച്ചയിലൂടെ നമുക്ക് ഈ ഒരു കാര്യത്തിന് എന്താണ് ഇതിൻ്റെ ഗുരു ദൈവമാണ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. ഇന്ന് ഈ ചർച്ചയിലേക്ക് ബിബിൻ ചേട്ടനെയും സാറിനെയും ഒക്കെ ക്ഷണിക്കുകയാണ്. ബിബിൻ ചേട്ടാ, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ ഗുരുപദത്തെ സംബന്ധിച്ച്, ഗുരുവിൻ്റെ ഈ ഒരു ഈശ്വരീയതയെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള, കൂടുതൽ വീഡിയോകൾ വന്നിട്ടുള്ളത് ബിബിൻ ചേട്ടനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ബിബിൻ ചേട്ടൻ എന്താണ് നമുക്ക് ഇന്നത്തെ ഇതിനെ പറയാനുള്ളത്? അത് ഞാനിപ്പോൾ അനീഷ് അത് പറഞ്ഞപ്പോൾ ഓർക്കുമായിരുന്നു. ഈ ഒരു പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഗുരുപദത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പം എൻ്റെ ഓർമ്മ ശരിയാണ്, നമ്മൾ മാന്നാറിൽ പാവുക്കര ശാഖല നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വെറുതെ ഒരു സ്പീച്ച് നമ്മൾ ചെയ്തതാണ്. അനീഷ് അത് ഷൂട്ട് ചെയ്തിട്ട് അനീഷ് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ ഓർമ്മയുണ്ട്, ആണ് നമുക്കിതിന് എന്താ പേരിടേണ്ടതെന്ന്. എന്നിട്ട് അനീഷ് തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നത്, ആരാധനാമൂർത്തിയായ ഗുരു. ചുരുക്കത്തിൽ നമ്മൾ രണ്ടുപേരും ഏറ്റവും വിമർശനം കേട്ട ഒരു പേരും അതാണ്, ആരാധനാമൂർത്തിയായ ഗുരു. ചില ആളുകൾ ഇവന്മാർ ഗുരുവിനെ എന്താണ് മാർക്കറ്റ് ചെയ്ത് നടക്കുവാണോ എന്ന് വരെ ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ഗുരു ദൈവം, ഗുരുവിനെ എങ്ങനെ പൂജ, ഈ ഒരു വിഷയം കയറി വരുമ്പോൾ ടിപ്പിക്കലായി നമ്മളുടെ സോക്കോൾഡ് കമ്മ്യൂണിറ്റി, ഞാൻ ഒരു പേരും പറയുന്നില്ല, ഇവരാദ്യം പറയുന്ന ജനറിക് ആയിട്ടൊരു മറുപടിയുണ്ട്, ഇവന്മാരൊക്കെ ഗുരുവിൻ്റെ വചനങ്ങൾ തെറ്റിക്കുമല്ലേ. ഇത് ആളുകൾ അറിയുന്നില്ല, ഇവന്മാർ ഗുരുവിൻ്റെ വചനങ്ങൾ തെറ്റിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുക, നമ്മൾ എന്ത് വചനമാണ് തെറ്റിച്ചത്? ഇവരാദ്യം പറയും, നമ്മെ പൂജിക്കരുതെന്ന് ഗുരു പറഞ്ഞിട്ടില്ലേ. ഇതെവിടുന്ന് വന്നു നമുക്കിന്നും അറിയില്ല. നമ്മെ പൂജിക്കരുത്, അതായത് ചില ആളുകൾ അനീഷ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ആധികാരികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ വാക്കാണ്. അവരോട് ഗുരു പറഞ്ഞ കോൺഫിഡൻസിലാണ് പറയുന്നത്. നമ്മെ പൂജിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഗുരു, നമ്മുടെ മുമ്പിൽ വിളക്ക് വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഗുരു. ഇവங்க തർക്കം. അപ്പം ഞാനിപ്പം ആദ്യ സമയത്തൊക്കെ നമ്മൾ വൈകാരികമായിട്ട് പ്രതികരിക്കുമായിരുന്നു. അപ്പം പിന്നീട് ഞാൻ ഇതിനെ കുറച്ചൊരു സ്ട്രാറ്റജിക് ആയിട്ട് ചോദിക്കാൻ തുടങ്ങി. ശരി, നമ്മെ പൂജിക്കരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, എവിടെ വെച്ച്, ആരോട്, ഏത് സന്ദർഭത്തിൽ? ഗുരുവിൻ്റെ ജനനം മുതൽ മഹാസമാധി വരെ ഓരോന്നും അക്കൗണ്ടഡ് ആണ്, ഡേറ്റഡ് ആണ്, ഓതന്റിക്കേറ്റഡ് ആണ്. ആരോട് പോയി, ഏത് വണ്ടിയെ കയറി, ആര് ചായ കൊടുത്ത്, ഇതെല്ലാം നമുക്കൊരു പകൽ പോലെ നമുക്കിത് കണ്ടെത്താൻ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം ഗുരുവിനെ എഴുത്തിനിരുത്തിയത് ആര്, എല്ലാം നമ്മളിലുണ്ട്. പിന്നെ ഈ പൂജിക്കരുതെന്ന് ഗുരു പറഞ്ഞു, ഇതാരോട് പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു, ഏത് പുസ്തകത്തിൽ പറഞ്ഞു, ബാക്കിയെല്ലാം പ്രൂഫല്ലേ. ഈ ചോദ്യത്തിൽ ഇവർ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊരു ആൻസർ അല്ല. എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു? അപ്പം ഞാൻ അടുത്തൊരു ചോദ്യം കൊണ്ട് ചോദിക്കും, എങ്കിൽ നമ്മെ പൂജിച്ചോളൂ എന്ന് ഗുരു പറഞ്ഞത് പറയട്ടെ. ഇവരങ്ങ് വയലൻ്റ് ആവുകയാണ്. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? നിങ്ങൾ ഗുരുവിൻ്റെ വില കുറച്ച് കാണിക്കുവാണോ? നിങ്ങൾ അവിടെയാണ് സാറിൻ്റെ ബുക്കിൻ്റെ അറിവ്, നമുക്ക് അതിലേക്ക് വരാം. നിങ്ങൾ ഗുരുവിൻ്റെ മൂല്യം കളയുകയാണോ എന്നൊക്കെ ചോദിച്ചത്. എന്നാൽ നിങ്ങൾ ഗുരുവിനെ വെറും ഒരു ദേവതയാക്കി താഴ്ത്തുവാണോ? കുറച്ചൊക്കെ വായിക്കുന്ന ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ എണ്ണി പറയും, സ്വാമിയുടെ മുമ്പിൽ വന്ന് ദൈവമേ, ഭഗവാനെ എന്ന് എത്രയോ ആളുകൾ വിളിച്ചിരിക്കുന്നു. അതിപ്പോൾ ശിവലിംഗ സ്വാമിയുടെ ആദ്യത്തെ വിളി അതവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് എത്ര പേര് വിളിച്ചിരിക്കുന്നത്. ഇനി ഗുരു വളരെ ചെറുപ്പത്തിൽ തന്നെ നാം പ്രസാദിച്ചാൽ ദൈവം പ്രസാദിക്കും എന്ന് പറഞ്ഞ അവിടെ മുതൽ നമുക്ക് ഗുരു കരഞ്ഞില്ല എന്ന് പറഞ്ഞ ടിപ്പിക്കൽ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ബാക്കി അവിടെ മുതൽ എവിടെയെല്ലാം സ്വാമി ഇതിൻ്റെ ഹിൻഡുകൾ കാണിച്ച് വന്നിരിക്കുന്നു. എന്തിന്? സ്വാമി നമുക്ക് ഒരു ബുക്കിൻ്റെ പ്രൂഫ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം പറ്റിച്ചിടം മുതൽ ഗുരുവിൻ്റെ സിദ്ധി വൈഭവങ്ങളും സാധാരണ മനുഷ്യന് ചെയ്യാനാവാത്ത കാര്യങ്ങളും ചെയ്ത് ഗുരു വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവർക്ക് അതിനെയെങ്കിലും ഒന്ന് പരിഗണിച്ചുകൂടെ? മഹാത്മാഗാന്ധി ഒന്ന് കൈ ഉയർത്തി മഴ പെയ്ച്ചിട്ടില്ലല്ലോ.
അല്ലെങ്കിൽ മതം പൊട്ടി വരുന്ന ആനയെ നിർത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാനാവാത്ത കാര്യം, അതുകൊണ്ട് ദൈവമാകണമെന്നില്ല. ദൈവമാണ് ഞാൻ പറഞ്ഞത്, സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സിദ്ധിയെങ്കിലും നിങ്ങൾ അംഗീകരിച്ചുകൂടെ? അതുപോലുമില്ല. ഗുരു ഒരു മനുഷ്യനായിരുന്നു, ഗുരു ഒരു തത്വചിന്തകനായിരുന്നു. ഇനി അനീഷ് പറഞ്ഞ ആ പോയിന്റ്, എത്ര ആളുകൾ സ്വാമിയുടെ മുമ്പിൽ പോയിട്ട് ഈശ്വര എന്ന് വിളിക്കുന്നു. നമ്മൾ ജനറലി ഞാനത് ഒരൊറ്റ വാക്ക് പറഞ്ഞങ്ങ് നിർത്തുക. അവിടെ മുതൽ ആരംഭിച്ച് വ്യവസ്ഥാപിതമായി പുഷ്പാഞ്ജലി മന്ത്രത്തോടു കൂടി പൂജിക്കാൻ പുഷ്പാഞ്ജലി ഉണ്ടായത് വേറെ ആർക്കുണ്ട്? അതും പോട്ടെ. ഇപ്പൊ നമുക്ക് യേശു ക്രിസ്തു, ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, നബി തിരുമേനി എത്രയോ അവതാരമൂർത്തിയിൽ കടന്നുപോയി. ഇതിനകത്ത് ശ്രീകൃഷ്ണനാണെങ്കിലും ഇവരെല്ലാവരും തന്നെ അവരുടെ ശരീരം ഉപേക്ഷിച്ച് അവരൊരു നാമമാത്രമായി ഓർമ്മയിൽ നിന്നതിന് സ്ഥൂല ശരീരം ഇല്ലാത്തതിന് ശേഷമാണ് ഇവരുടെയൊക്കെ ഇപ്പോൾ ക്ഷേത്രം ഉണ്ടായത്, അല്ലെങ്കിൽ പൂജ ഉണ്ടായത്. എങ്കിൽ ഗുരു മാത്രമാണ് ഡയറക്റ്റ് ഈ പൂജ കാണുവാൻ ഭാഗ്യമുണ്ടായ ഒരു അവതാരം. അതും പോട്ടെ, ഈ പുഷ്പാഞ്ജലി മന്ത്രം വായിച്ചു നോക്കിയിട്ട് റെക്ടിഫൈ ചെയ്യാൻ സ്വാമിക്ക് പറ്റി. ഇത്രയും വസ്തുതകൾ കിടക്കുമ്പോൾ ഇനി നമുക്ക് തലശ്ശേരിയിലെ പ്രതിഷ്ഠയൊക്കെ നമ്മൾ പിന്നെ നിരന്തരം പറയുന്നത് നമ്മൾ അങ്ങോട്ട് കടക്കേണ്ട. അതല്ലാതെ സ്വാമിയെ ഭഗവാൻ എന്ന് വിളിച്ചുകൊണ്ട് ആരെല്ലാം പ്രസംഗിച്ച്, സ്വാമി ഇവിടെ ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിന് സമീപത്ത് സ്വാമിക്ക് സ്വീകരണം കൊടുത്തപ്പോൾ അന്ന് രാമൻ ശാസ്ത്രികൾ പ്രസംഗിക്കുന്നതും ഭഗവാൻ ശ്രീനാരായണ ഗുരു എന്നാണ്. ഇനി ഒന്നുകൂടി കടന്ന് ആലുവയിലെ സർവമത സമ്മേളനത്തിന് സത്വരസമ സംസാരിക്കുമ്പോഴും ഭഗവാൻ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ്, ഇപ്പൊ ഭഗവാനെ എന്ന് ഒരിക്കൽ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യേണ്ട പേര് ചീത്ത കേട്ടാളാണ് ഞാൻ. കോട്ടയം SNDP ഉള്ള തിരുവാതിര ശാഖായോഗത്തിന്റെ ചതയദിന ഘോഷയാത്രയ്ക്ക് ഞാൻ അന്ന് അനൗൺസ് ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പൊ അനൗൺസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവര് കടന്നു വരുന്ന വഴിത്താരയാകെ പീതവർണ്ണസാഗരത്തിൽ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊക്കെ പറഞ്ഞ ഡയലോഗാണല്ലോ, ചതയദിന ഘോഷയാത്ര കടന്നു വരുന്നു ഭഗവാൻ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിന്റെ. അപ്പൊ എന്നോടൊരാൾ ചോദിച്ചു, എടി ശ്രീനാരായണ ഗുരുദേവനെ ഭഗവാൻ വിളിക്കുന്നത് നിനക്ക് നാണമില്ലേടി? സത്യത്തിൽ അന്ന് എനിക്ക് എന്റെ ആൻസർ അറിയത്തില്ലായിരുന്നു. നോക്കൂ, സത്യവ്രത സ്വാമി ഗുരുവിനെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരു ഒന്നും പറഞ്ഞില്ല. അതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സർവമത സമ്മേളനത്തിന്റെ ആ ഒരു സ്വാഗത പ്രസംഗം തയ്യാറാക്കുന്നത് ആരൊക്കെയാ? സത്യവ്രത സ്വാമി തയ്യാറാക്കിയിട്ട് CV കുഞ്ഞിരാമൻ എഡിറ്റ് ചെയ്തിട്ട് ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ച് പ്രൂഫ് എടുത്തു. അതെ, അങ്ങനെയല്ലേ? CV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ, CV കുഞ്ഞിരാമനും സത്യവ്രത സ്വാമിയും കൂടെ ചേർന്നിരുന്നാണ് ഇത് അനീഷി പോയിന്റ് എടുത്ത് ഇട്ടതുകൊണ്ട്. CV കുഞ്ഞിരാമനോട് നീ വാദത്തിന് വേണ്ടി വാദിക്കരുതെന്ന് ഗുരു ശാസിച്ചിട്ടുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ലോ, നല്ല വാക്കുകൾ വരുന്നല്ലേ. ആ CV കുഞ്ഞിരാമൻ എന്തുകൊണ്ട് ഭഗവാൻ എന്ന വാക്ക് മാറ്റിയില്ല? എനിക്ക് തോന്നുന്നത്, ഞാൻ സാറിലേക്ക് വരാൻ അത് ആഗ്രഹിച്ചത്, ഈ സാറിന്റെ ബുക്ക്, ഞാൻ സാറിന്റെ പ്രസന്റേഷൻ ഡൽഹി വെച്ചും കണ്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഞാലകളിലും കണ്ടിട്ടുണ്ട്. ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം? നമ്മൾ ഇതിനെ കുറച്ച് വൈഡായ ആംഗിളിൽ വലിയൊരു സ്പേസിൽ വലിയൊരു ഓഡിയൻസിനോട് ഈശ്വരനാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൃത്യമായ പോയിന്റുകളോടെ ഒരു ഇന്ററാക്റ്റീവ് സെഗ്മെന്റിൽ അത് പർപ്പസ് ആയിട്ട് പറഞ്ഞ ആളെ സാറാ. സാർ ആ ബുക്ക് എഴുതാൻ സാർ എന്തുകൊണ്ടായിരിക്കും സാർ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിച്ച ഈ വിഷയത്തില് കുറെ നാളുകളായിട്ട് നമ്മളിത് കേട്ട് മടുത്ത്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്, കേട്ട് മടുത്ത്. ഇങ്ങനെ കേട്ട് മടുക്കുമ്പോൾ ഈ പറയുന്ന ആളുകളെ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെങ്കിൽ അവരെ നമുക്ക് അറിവ് കൊടുത്ത് തിരുത്താം. അയ്യേ, പക്ഷേ ഒരു അജണ്ട വെച്ചുകൊണ്ട് പറയുന്നവരാണ്. അതാണ് എന്ത് ചെയ്യും? ഈ പറയുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ അറിവില്ലായ്മയിൽ നിന്നല്ല അജണ്ട വെച്ചുകൊണ്ട് സംസാരിക്കും. അതൊരു വലിയ പോയിന്റ്. അപ്പൊ അതിനെ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗം കൊണ്ടോ ഒരു ചർച്ച കൊണ്ടോ തീരുന്ന അല്ലാത്തതുകൊണ്ടാണ് ഒരു പുസ്തകത്തിന് പോയത്. ആ പുസ്തകത്തിന്റെ ഇപ്പം 3ാമത്തെ എഡിഷൻ തീരാറായി. അപ്പോൾ ഒരു 3000-ഓളം കോപ്പി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് വായിച്ചിട്ട് അതേക്കുറിച്ച് അവർ മിക്കവാറും ധർമ്മപ്രചാരകരായ ആളുകളുടെ എല്ലാം കയ്യിലുണ്ടത്. അവരത് പ്രസംഗത്തിന് അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയേക്കുന്നത് കൊണ്ട് വലിയ സാഹിത്യ ഭാഷയൊന്നുമല്ല. അപ്പം അങ്ങനെ എഴുതിയേക്കുന്ന നമ്മുടെ ഓഡിയൻസ് അതായിരുന്നു. അപ്പം അങ്ങനെ എഴുതിയേക്കുന്നതുകൊണ്ട് അത് അത്തരക്കാരുടെ കയ്യിലാണ്, അവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ രീതിക്ക് നമ്മളോട് മുഖത്ത് നോക്കിയ ഒരാൾ നിങ്ങളോട് ആര് പറഞ്ഞത് ഭഗവാനാണ് എന്ന് പറയുമ്പോൾ അതിനൊരു റെഡിമെയ്ഡ് ആൻസർ കയ്യിലില്ലെങ്കിൽ അപ്പം നിന്നു പോകും. ആ അവസ്ഥയിൽ നിന്നെ മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അത് നിറവേറ്റാൻ വേണ്ടിയാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ ഇത്രയും കോപ്പികൾ ആളുകളുടെ കയ്യിൽ ചെന്നിട്ടുണ്ട്. അതിനും പുറത്ത് പിന്നെ 38 സ്ഥലത്ത് അത് ഇതിനോടകം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് സെമിനാറായിട്ട്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നുണ്ട്, 500 പേര് കൂടുന്നുണ്ട്, 100 പേര് കൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ ഡൽഹിയിലും ബോംബെയിലും ഉൾപ്പെടെ അതിങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊന്നും അതിൻ്റെ ഫുൾ കവറേജ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ആരും ഇന്നുവരെ വിമർശിച്ചിട്ടില്ല. എൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു അഭിപ്രായം എനിക്ക് ഇന്നുവരെ നെഗറ്റീവ് കിട്ടിയിട്ടില്ല.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരു പ്രസംഗത്തിൽ ചുമ്മാ ഭഗവാൻ എന്ന് പറയുന്നതല്ല, അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് കടന്നു നിന്നുകൊണ്ട് വിശദമായിട്ട് ആ കാര്യം എടുത്തിടുമ്പോൾ മറുപടി പറയാനില്ല. ചുമ്മാ കയറി അങ്ങ് തള്ളാൻ പറ്റിയല്ല. അതാണ് പുസ്തകത്തിന് പോയതിൻ്റെ ഉദ്ദേശം. സാറ് ചോദിച്ചല്ലോ. അപ്പം പുസ്തകം എന്തുകൊണ്ട് എഴുതി എന്നുള്ളതിന് കാരണം ഇതാണ്. ശ്രീനാരായണ ഗുരു ദൈവം അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയപ്പോൾ അത് ഇച്ചിരി തീക്ഷ്ണമായ ഒരു ഹെഡിങ് ആണ് എന്ന് ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു. പറഞ്ഞാൽ കുറുക്കി കൊള്ളുന്ന ഒരു ചോദ്യമാണ്, കത്തിക്കയറുക. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് അച്ചടിച്ച ഒരു തീവ്ര സ്വഭാവം അതിനെ ഒന്ന് മോഡറേറ്റ് ചെയ്തിട്ട് ശ്രീനാരായണ ഗുരു ദൈവമാണോ ഒരു പഠനവും ആക്കി അതൊരു മോഡറേഷൻ ചെയ്താണ് ചേഞ്ച് ചെയ്തായിരുന്നു. അത് ആക്കി രണ്ടാമത്തെ എഡിഷനിൽ അങ്ങനെ ആക്കി. അങ്ങനെ ആക്കിയത് പലരും ഇത് പറഞ്ഞു, ഇതിങ്ങനെ ശരിക്കും കുത്തുകയാണ് നിങ്ങൾ. പക്ഷേ ശ്രീനാരായണ ഗുരു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ് ദൈവം എന്ന് ഞാൻ ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ അതിലൊരു ഒരു 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 യുക്തിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശ്രീനാരായണ ഗുരു ദൈവം അല്ലെങ്കിൽ പിന്നെ വേറെ ആരാടോ ദൈവം താൻ പറ. ഈ പറയുന്ന ഒരാളിനും പറയാനില്ല ആരാണെന്ന്. ശ്രീകൃഷ്ണൻ ദൈവമാണെന്ന്, യേശുക്രിസ്തു ദൈവമാണെന്ന്, അഭിതിരുമേനി ദൈവമാണെന്ന് നിങ്ങളുടെ അടുത്ത് എന്താ തെളിവുള്ളത്? പറഞ്ഞു കേട്ടതല്ലേ ഉള്ളൂ, പറഞ്ഞു കേട്ടതേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, പിന്നെ എന്താ പുതുമ? അവിടെ ഇല്ലാത്ത ആശങ്ക നിങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ട് വന്നു? ഈ ചോദ്യത്തിന് ഉത്തരമില്ല. അങ്ങനെ ഉത്തരം ഇല്ലാതെ നിൽക്കുക. അപ്പോൾ ആ പുസ്തകം ശരിക്കും SNDPയുടെ തലത്തിലോ ശിവഗിരി മഠത്തിൻ്റെ തലത്തിലോ ഏറ്റെടുത്ത്, ഞാനെഴുതുകൊണ്ട് പറയല്ല, അത് വൈഡായിട്ട് സർക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം കൊടുക്കേണ്ട ഒരു ബാധ്യത ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഇതിൽപ്പെട്ട മുഴുവൻ പേർക്കും ഉണ്ട്. ഇതിനൊരു ഉത്തരം കൊടുക്കേണ്ടത്. അതിന് ധാരാളം ഉത്തരവുണ്ട്, വിശദമായിട്ട് ഉത്തരം പറയാൻ പറ്റും. അത് പറയണം, പബ്ലിക്കായിട്ട് പറയണം, വായടപ്പിക്കണം. കാരണം ശ്രീനാരായണ ഗുരുദേവൻ സമീപകാല ചരിത്രത്തിന്റെ ഭാഗമാണ്. ആകെ ഒരു പ്രത്യേകത അതേ ഉള്ളൂ. ബാക്കി എല്ലാം ഉണ്ട്. 2000-ഓ 5000-ഓ 10,000-ഓ കൊല്ലം മുമ്പത്തെ കാര്യം കെട്ടുകഥകൾ പറഞ്ഞു കേട്ടതാണ്. അത് വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. തെളിവുള്ളത് വിശ്വസിക്കാൻ വയ്യത്, തെളിവുള്ളത് വിശ്വസിക്കും. നിങ്ങളുടെ കൺമുന്നിൽ എൻ്റെ അച്ഛന്റെ തലമുറയുടെ മുമ്പിൽ നടന്നുപോയ ആളാണ്. നേരിട്ട് കണ്ടവരിൽ പലരും ഇപ്പോഴും ഉണ്ട്, ഓർമ്മയുള്ളവരുണ്ട്. അതിനെക്കുറിച്ചാണ് ആശങ്കകളും മുഴുവൻ, ചോദ്യങ്ങളും മുഴുവൻ. അപ്പൊ അതൊരു അജണ്ട വെച്ചുകൊണ്ട് ചോദിക്കുന്നവരാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. സാർ, ഈ ശിവഗിരി മഠത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് ഇറങ്ങിയ ഒരു എല്ലാ തിങ്കളാഴ്ച തോറും ഇറങ്ങുന്നത് ധർമ്മം, ഈ ധർമ്മം വരെ ഗുരു ജീവിച്ചിരുന്നപ്പോഴാണ് ശിവഗിരി മഠത്തിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പോലെ എല്ലാം ഉണ്ടായിരുന്നത്. ഗുരുവിന്റെ രോഗവിവരങ്ങളും കാര്യങ്ങളും മൊത്തം കാര്യങ്ങൾ വരുന്ന ഒരു ഇതുണ്ടായിരുന്നു എല്ലാ ആഴ്ചയും, തിങ്കളാഴ്ച. നമ്മുടെ പ്രിയദർശൻ സാറിന്റെ ഒക്കെ പല ബുക്കും ഈ ധർമ്മത്തെ ബേസ് ചെയ്ത് ഒത്തിരി ലേഖനങ്ങൾ. അതെ 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 അതെ. ഇതിനകത്ത് പോലും അന്ന് ഗുരു ജീവിച്ചിരുന്ന കാലത്ത് തൊട്ടേ ശ്രീനാരായണ പരമഹംസർ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, ശ്രീനാരായണ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ഗുരു ജീവിച്ചിരുന്നപ്പോഴാണ്. ഇപ്പോഴത്തെ ആളുകൾക്കാണ് ഇത് പറ്റാത്തത്, സഹിക്കാൻ പറ്റാത്തത്. ഈ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. അസഹിഷ്ണുത ഭയങ്കരമായിട്ട്. ഇത് ഡൽഹി SNDP യൂണിയനിൽ ഈ വിഷയത്തിൽ സെമിനാർ നടത്തി. ഒരു 3 മണിക്കൂർ നേരം ഓഡിയോ വിഷ്വലൊക്കെ വെച്ചിട്ട് കാണിക്കുക. അങ്ങനെ ഇത് നടത്തിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഊണിൻ്റെ സമയമായി, എല്ലാവരും അങ്ങോട്ട് പോവുക. ഹാളിലേക്ക് പോകുമ്പോൾ ഒരാൾ പിന്നാലെ വന്നിട്ട്, സാറേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലെ ഒരാൾ. ഞാനറിയില്ല. അതിന് ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് സാറ് കാര്യകാരണ സഹിതം എല്ലാം പറഞ്ഞു. നന്നായിരുന്നു, പ്രസൻറ്റേഷനൊക്കെ നന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ ആരാ, ഒന്ന് പരിചയപ്പെടുത്ത്. അപ്പം പറഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റി സോഷ്യോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ആളാണ് ഈ മനുഷ്യൻ. പിന്നെ ബംഗാളിയാണ്, ഗുരുവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി ആയ കാരണം അതിനോട് കണ്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇയാൾ പഠിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഗുരുവിനെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ദൈവം എന്നുള്ള തലത്തിൽ ഞാൻ എടുത്തിട്ടില്ല. സാറിപ്പോൾ അത് പ്രസൻറ്റ് ചെയ്തപ്പം നന്നായിരുന്നു, പക്ഷേ ശ്രീനാരായണ ഗുരു ദൈവമാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഗുരു പറയാത്തത് ചെയ്യുന്നത് ഗുരുനിന്ദയല്ലേ? ഇയാളുടെ ചോദ്യമാണ്. അപ്പോൾ അതിന് മറുപടി പറയാനായിട്ട് ഞാനന്നൊരു വീഡിയോ എടുത്ത് അയാളോട് ഊണിൻ്റെ സമയത്ത് മുഴുവൻ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്കത് കൺവിൻസിങ് ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചോദ്യമാണ്, തക്കതായ ഒരു ചോദ്യമാണ്. ഗുരു പറഞ്ഞിട്ടുണ്ടോ? ദൈവം അല്ലെന്നല്ല അയാൾ പറയുന്നത്, ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇതിന് മറുപടി വേണ്ട, ഇത്രയും വിശദമായിട്ടൊരു കാര്യം പറയുന്നതാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ഗുരുനാരായണ സേവാനികേതൻ്റെ സൈറ്റിലിട്ടിരുന്നു, ഇതിലിട്ടിരുന്നു. അതിൽ 4-5 കാരണങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിലൊന്നിപ്പം വിപിൻ ഷാൻ സൂചിപ്പിച്ചു. ഇവിടെ
ഗുരു പുഷ്പാഞ്ജലി മന്ത്രങ്ങൾ എഴുതി 108 മന്ത്രങ്ങൾ എഴുതി ഗുരുവിനെ പരബ്രഹ്മ സ്വരൂപമാണെന്ന് സ്ഥാപിക്കുന്നതാണ് ഗുരു പുഷ്പാഞ്ജലി മന്ത്രം. പരബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മുഴുവൻ ഗുരുവിൽ ഉണ്ട്, ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് അത് ഇറക്കിയിരിക്കുന്നത്. അത് ഗുരുവിനെ കൊണ്ടുപോയി വായിച്ചു കേൾപ്പിക്കുന്നു. ചൈതന്യസ്വാമികളും ആത്മാനന്ദ സ്വാമികളുടെ സാന്നിധ്യത്തിൽ വലിയ സംസ്കൃത പണ്ഡിതന്മാരാണ്. വായിച്ചു കേട്ടിട്ട് ഗുരു അതിന്റെ തെറ്റ് തിരുത്തി തിരിച്ചു കൊടുക്കുക, അല്ലാതെ ജനലിൽ കൂടെ കുപ്പയിലേക്ക് എറിയല്ലോ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? പെർമിഷൻ പറയാതെ പറഞ്ഞില്ലേ ഞാൻ പരബ്രഹ്മ സ്വരൂപമാണെന്ന്. തനിക്ക് പിന്നെ എന്താ വേണ്ടേ? അതുപോലെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് ചെന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, മുഴുവൻ പേർക്കും അറിയാം. തീർത്ഥാടനം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വല്ലഭശ്ശേരി വൈദ്യരും കിട്ടേണ്ടവരും കൂടി ആവശ്യപ്പെടുന്നത് എന്താണ്? ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടത്താൻ അനുമതി വേണം. ഇതല്ലേ ആവശ്യം? അതെ. ഗുരു അവരോട് കുറച്ച് കൗണ്ടർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് അവരുടെ നിലപാടുകളൊക്കെ മനസ്സിലായി, ഇവർ സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് മനസ്സിലായി കഴിഞ്ഞപ്പം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയല്ലേ? പറയാ. അതിൻ്റെ അർത്ഥം എന്നാ? തീർത്ഥാടനം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പിക്നിക്ക് പോകുന്നതിന് തീർത്ഥാടനം എന്ന് പറയുമോ? ഇല്ല. കോവളത്ത് പോകുന്ന തീർത്ഥാടനമാണ്. അല്ല. ഇവിടുത്തെ കുമരത്തെ ബീച്ചിൽ പോയി നിൽക്കുന്നതിന് തീർത്ഥാടനമാകിയല്ലത്. തീർത്ഥാടനം പുണ്യസ്ഥലങ്ങളിലേക്കാണ്. തീർത്ഥങ്ങളിൽ അടനം ചെയ്യണം. പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് തീർത്ഥാടനം. അത് ഭക്തി സംവർദ്ധകമായ ഒരു നടപടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഭക്തിക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഗുരുവിനോട് ആവശ്യപ്പെട്ട എന്താ? ശിവഗിരിയിലേക്ക് തീർത്ഥാടനം വേണം. അതിന്റെ അർത്ഥം ശിവഗിരി പുണ്യസ്ഥലമാണെന്ന് ഇവർ കരുതുന്നു, ഇല്ലേ? ശിവഗിരി എങ്ങനെയാ പുണ്യസ്ഥലമായ? ശ്രീനാരായണ ധർമ്മം നിങ്ങൾ വായിക്കുമെങ്കിൽ അതിന്റെ ആദ്യ അധ്യായം തലവർണ്ണനയല്ലേ? ആ തലവർണ്ണനയിൽ ശിവഗിരിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. കൈതക്കോണം കുന്നൊരു നല്ല മനോഹരമായ ഒരു പ്രദേശം, ചുമ്മാ ജനവാസമില്ലാതെ കിടന്ന സ്ഥലം. അവിടെ ഗുരുദേവൻ പോയി ഇരുന്നു 1904. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ആണല്ലോ ഇതെല്ലാം പൊങ്ങി വരുന്നത് അല്ലേ? അതെ. അങ്ങനെ വന്നിട്ടാണ് തീർത്ഥാടനത്തിന് അനുമതി വേണമെന്ന് പറഞ്ഞത്. ആ കുന്നിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമെങ്കിൽ ഗുരുവിന്റെ ആശാൻ കുമ്മൻപള്ളി രാമൻപിള്ളി ആശാന്റെ പുസ്തകമുണ്ട്, ശിവഗിരി വർക്കല മാഹാത്മ്യം. അതൊക്കെ വായിച്ചു നോക്കിയാൽ ഈ കുന്നിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. വർക്കലയ്ക്ക് കുറച്ച് പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ കുന്നിന് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ആ കുന്ന് ശിവഗിരി ആയത്? ആ കുന്ന് പുണ്യസ്ഥലമായതുകൊണ്ടല്ലേ അങ്ങോട്ട് തീർത്ഥാടനം വേണമെന്ന് പറയുന്നതും ഗുരു അനുവദിക്കുന്നതും. അതെങ്ങനെയാ അവിടെ പുണ്യസ്ഥലമായ? അവിടെ എന്താ ഇതിനിടയ്ക്ക് ഒരു പ്രത്യേകത നടന്നത്? ശ്രീനാരായണ ഗുരുദേവൻ അവിടെ പോയി വാസം ആരംഭിച്ചു, ഇല്ലേ? ഒരു ആശ്രമം സ്ഥാപിച്ചു. ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ അത് പുണ്യസ്ഥലമായെങ്കിൽ ഒരു പുണ്യാത്മാവിന്റെ സാന്നിധ്യം പാദസ്പർശം വെക്കുന്ന സ്ഥലമാണ് പുണ്യസ്ഥലം. ആ പുണ്യാത്മാവ് ആരാ? വേറൊരാളുണ്ടോ അവിടെ കാണിച്ചു കൊടുക്കാൻ? ആ പുണ്യാത്മാവ് ഇതാ. ചട്ടമ്പി ഒന്നും അവിടെയൊന്നും പോയിട്ടില്ല. ഈ പുണ്യാത്മാവിന്റെ ബേസിസിൽ അത് പുണ്യസ്ഥലമാണെന്ന് കരുതിയിട്ട് അങ്ങോട്ട് അനുമതി വേണമെന്ന് പറയുമ്പോൾ അനുമതി കൊടുക്കുന്നതിന്റെ അർത്ഥം അത് പുണ്യസ്ഥലമാണെന്നും ഞാൻ പുണ്യാത്മാവാണെന്നും പറയാതെ പറയുകയാണ്. പിന്നെന്താ വേണ്ടേ? അതൊരു ആൻസറാണ്. ഗുരുവിന്റെ ആൻസറാണ് അത്. പിന്നെ എന്താ വേണ്ടേ? പിന്നെ പലയിടത്തും നമുക്കിപ്പം ഈ സാറ് പറഞ്ഞത് ഏതാണ്ട് 28, അപ്പോൾ സമാധിക്ക് ഏതാണ്ട് ഒരു 8 മാസം മുമ്പ് നമുക്കൊരു കുറേ വർഷം പുറകോട്ട് പോയാൽ, അനീഷ് ഒരു വീഡിയോ പറയുന്നുണ്ട്, ഞാനും ചില വീഡിയോ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഇത്രയ്ക്കും എടുത്തിട്ടില്ല. കുമാരനാശാൻ അരുവിപ്പുറത്തുള്ള സമയം, ഇപ്പോൾ കുമാരനാശാൻ വന്നിട്ട് 1-2 വർഷമായി കാണും. എൻ്റെ ഒരു വായനയിലെ ഓർമ്മ ശരിയാണെങ്കിൽ അരുവിപ്പുറത്തെ കുറച്ച് അമ്മമാർ, ഒരുപക്ഷെ മറ്റേ മാടൻ വേലായുധൻ്റെ ഭാര്യ കാണാം, തോപ്പിൽ നാണയാശാൻ്റെ അമ്മ കാണാം, അവിടുത്തെ പ്രൗഢകളായ സ്ത്രീകൾ. ഇതിൽ ആരോ ചോദിക്കുന്നുണ്ട് കുമാരനാശാനോട്, ഒരുപാട് കവിതയൊക്കെ എഴുതുമല്ലോ, അത് കുമാരു. ഗുരു അപ്പോൾ ശിവലിംഗ പ്രദർശനം നടത്തി, തൊട്ടുപിറകെ വക്കം ദേവേശ്വരം വരുന്നു, പുതിയകം ആനന്ദവല്ലീശ്വരം വരുന്നു, അടുപ്പിച്ചടുപ്പിച്ച് 3-4 ശിവക്ഷേത്രങ്ങൾ ഗുരുവിൻ്റെ. പക്ഷെ 1-2 അമ്മമാർ അങ്ങനെയല്ല. സ്വാമി ഏറത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അങ്ങനെ വരുന്ന സമയത്ത് സ്വാമിക്ക് സുബ്രഹ്മണ്യ വക്കം വേലായുധ സ്വാമി സുബ്രഹ്മണ്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഇവർ തമ്മിൽ ഡിസ്കഷൻ. ഇതിനകത്ത് ഒരമ്മ പറയുന്നുണ്ട് കുമാരനാശാനോട്, ആശാനെ, അന്ന് ആശാനായിട്ടില്ല, കുമാരു, നീ കവിതകളൊക്കെ എഴുതുമല്ലോ, എങ്കിൽ നമ്മുടെ ഈ അരുവിപ്പുറത്തെ ശിവനെയും ഗുരുവിൻ്റെ ശിവനെയെല്ലാം പൂജിക്കുവാനായി ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് എഴുതി തരണം. അന്ന് കുമാരനാശാൻ ആ അമ്മമാർക്ക് എഴുതി കൊടുത്ത പ്രാർത്ഥനയാണ് ശാങ്കര ശതകം. അപ്പൊ ശാങ്കര ശതകത്തിന് അത് 100 പദ്യങ്ങൾ. സ്വാഭാവിക ശതകം എന്ന് പറയുമ്പോൾ 100 പദ്യങ്ങൾ ഇൻബിൽട്ട് ആണല്ലോ. പക്ഷെ നമ്മളത് വായിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും രസകരമായ വസ്തുത. കുമാരനാശാൻ സാർ 99 പദ്യങ്ങളിൽ മാത്രമേ ശിവനെ എന്ന് പറയുന്നുള്ളൂ. 1ാമത്തെ പദ്യത്തിൽ ഭാവനീയ ഭഗവാൻ ഭവാംബുധവും നാവികൻ നിപുണ നാണുനാമകൻ ഭാവി ഭവ്യ ഭയനാശമൂലകൻ ജീവദേശികൻ എനിക്ക്
എനിക്ക് ദൈവമേ. ഇത് കുമാരനാശാൻ പിന്നീട് ആശാനായി. അന്ന് കുമാരു ദീപദേശികൻ എനിക്ക് ദൈവമേ എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ഈ അമ്മമാരെല്ലാവരും അരുവിപ്പുറത്ത് ശിവന്റെ മുമ്പിൽ അത് ഏറ്റി കൊല്ലുമ്പോ തൊട്ടിപ്പുറത്ത് ഗുരു ഇരിപ്പുണ്ട്. അന്ന് ഗുരു പറയണ്ടേ, എടാ കുമാരു നീ എന്ത് പണിയായി കാണിക്കുന്നേ? അതെ, ഇതൊന്നും പാടില്ല. സാറിനോട് ആ മറ്റേ PhD സ്റ്റുഡന്റ് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ആൻസർ ആയില്ലേ? അപ്പോ നാം ദൈവമാണെന്ന് ഒരു ടിപ്പിക്കൽ അവതാരമൂർത്തിയും പറയുകയല്ല. വേണേ മനസ്സിലാക്കിക്കോണം. ഇത് സ്വന്തം ശിഷ്യൻ ചിന്നസ്വാമി എന്ന ആളുകൾ വിളിച്ച ശിഷ്യൻ വിളിക്കുമ്പോ സ്വാമി നിഷേധിച്ചില്ല. അത് ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മമാരിൽ ഓപ്പോസിറ്റ് ഗ്രൂപ്പ്, ഞാനതിപ്പോ എന്റെ വാക്കാണ് കേട്ടോ, ഒരു ഓപ്പോസിറ്റ് ഗ്രൂപ്പ് അല്ല, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനോടാണ് സ്വാമിക്ക് ആഭിമുഖ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പറയുന്നു, കുമാരു ഞങ്ങൾക്കും നീ സുബ്രഹ്മണ്യനെ കുറിച്ച് പ്രാർത്ഥന വേണം. അങ്ങനെ വരുന്നു സുബ്രഹ്മണ്യ ശതകം. അപ്പം ഈ സുബ്രഹ്മണ്യ ശതകം വന്നപ്പോഴത്തേക്ക് ഈ അമ്മമാർ വിചാരിച്ച് ഇതിനകത്ത് എന്തായാലും 100 എണ്ണവും സുബ്രഹ്മണ്യനെ കുറിച്ചായിരിക്കും. നമ്മുടെ കോട്ടയങ്കാര ഭാഷയെ പറഞ്ഞ കുമാരനാശാൻ അടുത്ത പണി കൊടുക്കുന്നു. അണകവിയുന്നടലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ. നേരത്തെ നാമകനെന്നും ഒക്കെ പറഞ്ഞിരുന്നു. നാരായണ ഗുരു, ഇത് എനിക്ക് വന്നൊരു 6-7 മാസം കഴിഞ്ഞിട്ടാ. നാരായണ ഗുരുനായകൻ വീണ്ടും അസന്നിഗ്ധം എന്റെ ദൈവമല്ലോ. ഇതും ഗുരു കേട്ടാണ്ടായിരുന്നത്. സാറിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അടുത്ത ആൻസർ അന്നും ഗുരു പറയണ്ടേ, എടക്കുമാര് നീ ഒരു തവണ നമ്മെ ദൈവം എന്ന് വിളിച്ചു. പക്ഷേ എനിക്ക് പിന്നീട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ വായിക്കുമ്പോഴേ ഈ 2 കൃതികളുടെ ആദ്യവും അതുപോലെ ഭക്തവിലാപത്തിന്റെ ആദ്യവും ശരിക്കും ഭക്തവിലാപത്തിൽ 64 എണ്ണേ ഉള്ളൂ. അത് കിട്ടാത്തതെന്ന് പറയുന്നത്. അതിലും ഈ ആദ്യം പറഞ്ഞ ഇത് തന്നെയാണ് അണകഴിയുന്ന. അതെ, അതിന്റെ ആദ്യം അണകവിയുന്ന ഇളാഴി തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് പിന്നീട് ഗുരുസ്തവം എഴുതുമ്പോഴേ ഗുരുസ്തവത്തിനകത്ത് കുമാരനാശൻ പറഞ്ഞു വെക്കുന്നുണ്ട്, മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പു നിൻപാവന പാത. സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് അതിനെ കണക്ട് ചെയ്യും. ഷഷ്ടിപൂർത്തിയുടെ അവസരത്തിൽ എഴുതി ഗുരുവിന്റെ മുമ്പിൽ പോയി ചൊല്ലിക്കേൽപ്പിച്ചതാണ്. അതെ അതെ. അനീഷ് ഇപ്പൊ അത് പറഞ്ഞ് നന്നായി. സാറേ, നമ്മളുണ്ടല്ലോ, നമ്മളെല്ലാവരും ഇപ്പം ഞാനും സാറും അനീഷ് നമ്മളെല്ലാവരും ഗുരുവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ ഗുരുസ്തവത്തിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കും. ഈ ഗുരുസ്തവം 1916 സെപ്റ്റംബറിലാണ്. ഇതിന്റെ 6 കൊല്ലം മുമ്പ് 1910 അന്ന് ഗുരുവിന് 54 വയസ്സായി. ഗുരുവിന് 54 വയസ്സാകുമ്പോൾ SNDP യോഗം അന്ന് 7ാമത് വാർഷിക പൊതുയോഗം. കുമാരനാശാൻ കണക്ക് മൊത്തം ഫോർമുലേറ്റ് ചെയ്യുന്നത്. അന്ന് കുമാരനാശാൻ ഈ കണക്ക് കാണിക്കുന്ന ആളായിരുന്നു കേട്ടോ, കുമാർ റൈറ്റർ. ആ കുമാർ റൈറ്റർ മകളാണ് ഭാനുമതി അമ്മ. ആ ബന്ധം അങ്ങനെ ഉണ്ടായതാണ്. ഇനി നിങ്ങൾ അത് പറയണ്ട. അപ്പൊ അങ്ങ് ഒരു രസം അവിടെയുണ്ട്. ഞാൻ അവിടെ നിൽക്കട്ടെ. ഈ കണക്ക് മൊത്തം കുമാരനാശാൻ എഴുതുന്നത്. അനീഷ യൂത്തിന്റെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നല്ലോ. നമ്മൾ കണക്ക് എഴുതിയാൽ അത് പ്രസിഡന്റും കൂടെ ഒപ്പിട്ടെങ്കിലല്ലേ ഇത് പാസ്സാവുള്ളൂ. സ്വാഭാവിക കുമാരനാശാൻ കണക്ക് മൊത്തം എഴുതുന്നു, പിന്നെ അവർ ഒപ്പിടണം. ഗുരു ഒപ്പിട്ടെങ്കിലേ കണക്കാവുള്ളൂ. കുമാരനാശാന്റെ കണക്കുകൾ അതെല്ലാം അന്ന് വേറെ ഓഡിറ്റിംഗ് ഇല്ല. കുമാർ റൈറ്ററാണ് അത് നോക്കുന്നത്. അദ്ദേഹം കണക്ക് എഴുതുന്നു, ഗുരുവിനെ കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ SNDP യോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിന്റെ അജണ്ട മുഴുവൻ പറയുന്നത്. അപ്പൊ സ്വാമി ശിവപുരമഠത്തിലുണ്ട്. ഇന്ന് ശാരദമ്മളായിട്ടില്ല, പർണശാല മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് ഒരു ഡിസ്കഷൻ പോലെ. അപ്പം ഗുരു ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡിയായോ? അപ്പൊ കുമാരനാശൻ എങ്ങനെയാണ് സ്വാഗതം, എവിടെയാണ് കാര്യങ്ങൾ, എന്താണ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്വാമി തുടക്കത്തിൽ ഈശ്വര പ്രാർത്ഥന. എന്നിട്ട് വീണ്ടും കുമാരനാശൻ പറയുന്നത്, ഈശ്വര പ്രാർത്ഥന ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, സ്വാമിയെ ചൊല്ലി കേൾപ്പിക്കാൻ കൊണ്ടുവന്നതാ. അപ്പൊ ഗുരുവിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ആവാമല്ലോ, ചൊല്ലാമല്ലോ. അന്ന് ചൊല്ലിയതാണ് സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട്. അത് നമ്മൾ ഉൾപ്പെടെ അതിനകത്ത് ഇപ്പോൾ നമുക്ക് സ്വാമി തിരുനാളല്ലോ എന്നൊക്കെയുള്ള വരികൾ ഉണ്ടെങ്കിലും പക്കം ശരിക്കും പറഞ്ഞ് ചൊല്ലുമ്പോൾ കൂടുതൽ തിത്താരാധി നമ്മുടെ സേവാനികേതനിലെ നിമിഷലീത്ര കഴിഞ്ഞ സ്ഥലം ഗംഭീരമായിട്ട് ഞങ്ങളുടെ ശാഖ പാടി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ അതിനകത്ത് ഈ സാറിനോട് ചോദിച്ച ആ ചോദ്യത്തിനുള്ള ആൻസറാണ് വളരെ കൃത്യമായിട്ട്. നമുക്കിവിൻ സഹചരേ നികിതമേ ഗുരുപാദം. വീണ്ടും നമുക്കിതിൽ പരം ദൈവം. ഇത് ഗുരുവിന്റെ മുന്നിൽ. ബാക്കി നേരത്തെ അനീഷ് പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ 2 കാര്യങ്ങളും ആ അമ്മമാർക്ക് ചൊല്ലിക്കൊടുത്തിട്ട് അവരവിടെ ചൊല്ലുന്നത് ഗുരു ഇവിടെ ഇരുന്ന് കേട്ടതേ ഉള്ളൂ. വേണമെങ്കിൽ സാറിനോട് വാദിച്ച അദ്ദേഹത്തിന് അങ്ങനെ വാദിക്കാം. സ്വാമി അവിടെ ഇരുന്ന് കേട്ടതല്ലേ ഉള്ളൂ, സ്വാമി ഇടപെട്ട് കാണത്തില്ല. ഇതങ്ങനെയല്ല. എന്താണ് ഈശ്വര പ്രാർത്ഥന ചോദിച്ചിട്ട് സ്വാമിയുടെ നേരെ കുമാരനാശൻ നേരെ നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ,
ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന് ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ. എടാ നിനക്കൊന്നും വേറെ രക്ഷയില്ലെന്നല്ലേ പച്ച മലയാളത്തിന് നമ്മൾ ലോക്കൽ ഭാഷ പറഞ്ഞ സാറിന് കുറച്ചുകൂടെ അപ്ഗ്രേഡ് സംസാരിക്കും. നമ്മൾ ലോക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിതിൽ പരം നിനക്ക് വേറെ നിനക്ക് രക്ഷയില്ല. പിന്നെയോ വേറെ വഴിയില്ല, നിനക്ക് വേറെ വഴിയില്ല. പിന്നെയോ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവൻ മഹേശ്വരൻ ഗുരു സാക്ഷാത് പരബ്രഹ്മം ശ്രുതി സമ്മതം. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഇരുന്ന ഗുരു നാം ദൈവമാണെന്ന് തന്നെയല്ലേ സമ്മതിച്ചത്? തീർച്ചയായിട്ടും. ഇത് മാത്രമല്ലടോ, ആദ്യം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുടെ പ്രതിമ വെക്കാറുണ്ടോ? ധാരണ ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? ഗുരുവിന്റെ ആദ്യത്തെ പ്രതിമ ഗുരു ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ തലശ്ശേരി വെക്കുന്നത്. ആ പ്രതിമ ഗുരു കൊളംബോയിൽ വെച്ച് കാണുന്നുണ്ട് അല്ലേ? ഇറ്റാലിയൻ തവറലി ഉണ്ടാക്കിയ പ്രതിമ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ഇത് തോട്ടിലെറിയാനാണോ പറഞ്ഞത്? അല്ല, ഞാൻ കൂടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ എന്റെ പ്രതിമ വെക്കുന്നു വേണേ ചോദിക്കായിരുന്നല്ലോ. അതല്ല ചോദിച്ചത്. ഇത് ജീവിച്ചോളൂ, ഇതിന് ആഹാരം വെള്ളമൊന്നും വേണ്ടല്ലോ, ഇത്രയും പറഞ്ഞിട്ടങ്ങ് പോവുക. അല്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചിട്ടില്ല. സാർ എന്റെ ഒരു സംശയം, ഈ ആഹാരം വേണ്ടെന്ന് ഗുരു പറഞ്ഞപ്പോഴേ സ്വാമി ഉദ്ദേശിച്ചത് ഇത് നമ്മുടെ സ്ഥൂല ശരീരമാണ്, ഇതിന് ഈ സാധനങ്ങളൊക്കെ വേണം നിലനിർത്താൻ, ഇതിനത് വേണ്ട, അത് രണ്ടും ഒന്ന് തന്നെ എന്നായിരിക്കുമല്ലോ സാറിന്റെ അർത്ഥം? നമ്മുടെ അകത്ത് കൊള്ളുന്ന ഈ ചൈതന്യവും അതും നാം തന്നെ. ഇത് കുറച്ചും കൂടി എനിക്ക് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തണം, അപ്പൊ ഭക്ഷണമൊക്കെ വേണം, ഇതിനതും വേണ്ട. ശരിക്കും അത് തന്നെയാണ് അല്ലേ? ഇതൊരു സ്റ്റെപ്പ് അപ്പാണ്. അതാണ്. അപ്പൊ അതും ഗുരു പറയാതെ പറയല്ലേ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലല്ലേ അത്? അപ്പൊ അതൊന്നും കാണാതെ ചുമ്മാ കയറി ഗുരു ദൈവമല്ല എന്നിങ്ങനെ എല്ലാരും ചേർന്ന് കോറസ് പാടും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് അതിന് കുറെ ഒരു കറൻസി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവർ ചെയ്യുന്നത്. സാർ കോലത്തുകരയിലെ ചിത്രവും ഈ പറഞ്ഞതുപോലെ തന്നെ കുമാരനാശാൻ പ്രതീക്ഷിച്ചല്ലോ, ഇത് മറ്റേ വിഗ്രഹമായി വെക്കുന്നു, അതും വേണ്ട സ്വാമിക്ക് എതിർക്കായിരുന്നല്ലോ. അത് ആ അന്നത്തെ സാഹചര്യത്തിൽ ഗുരു കോലത്തുകരയിലുണ്ട്. അതെ, അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ ഫോട്ടോ അവിടെ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഗുരു കോലത്തുകരയിലുണ്ട്. അന്നാണല്ലോ ഈ സംഭവം എല്ലാം നടക്കുക, ഈ ഗുരുസ്തവം ചൊല്ലുന്നതും എല്ലാം ഗുരുവിന്റെ മുന്നിൽ ആ ഷഷ്ടിപൂർത്തി വേളയിലാണല്ലോ നടക്കുന്നത്. ഗുരു കോലത്തുകരയിലുള്ള ഒരു പടം വരച്ച് ഭംഗിയായിട്ട് വരച്ച് ആ ആളെ നിങ്ങളുടെ പടം ഞാൻ നന്നായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇറ്റ്സ് എ ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. ഇത് അവിടെ പ്രതിഷ്ഠിക്കുക, വിളക്ക് കൊളുത്തുക ഫ്രണ്ടിൽ. അതെ, എന്നിട്ടും പറയുന്നത് ഇതൊക്കെ എന്താണ്? അതിപ്പോ നോക്കുന്നത് ഇപ്പൊ ഒരു സയന്റിസ്റ്റ് ആയിരുന്ന സാറിനോട് പോലും വന്നിട്ട് സ്വാമി എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് കഷ്ടമാണ്, സങ്കടകരമാണ്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വന്നു, ഗുരുവിനെ പറ്റി പറഞ്ഞു, ഗുരുവിന്റെ കണ്ണിനെ പറ്റി പറഞ്ഞു, അല്ലെ അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയനങ്ങളെ പറ്റി പറഞ്ഞു. കൂടെ വന്ന ആളെന്താ പറഞ്ഞത്? നാം ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു പറഞ്ഞു. അതെ, ദൈവത്തെ എന്നാ പറഞ്ഞത്, ദൈവത്തെ അല്ലേ? അത് ശിവേരിയിൽ ഇവിടെ ഉള്ള ആളല്ല, ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരും അല്ല. അത് ക്രിസ്തുമതം ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനായിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങോട്ട് അയച്ച ഫാദറാണ്, റവറൻഡ് ഫാദർ CF ആൻഡ്രൂസ് ആണ്. നമ്മള് മറ്റേ ഒരു പേര് പറയുള്ളൂ, ദീനബന്ധു, അതല്ല പറയേണ്ടത്, റവറൻഡ് ഫാദർ CF ആൻഡ്രൂസ് എന്ന് പറയണം. അങ്ങനെയാണ് ഇത് പറയുന്നത്. അത് കേംബ്രിഡ്ജ് തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്, വലിയ പഠിപ്പുള്ള ആളാണ്. ഇവിടെ വന്നിട്ട് സെന്റ് സ്റ്റീഫൻ കോളേജിൽ, ഡൽഹിയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് കോളേജിലെ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെ അത്രയ്ക്ക് ക്വാളിഫൈഡ് ആളാണ്. ചുമ്മാ പറയുകയല്ല, ക്രിസ്ത്യൻ തിയോളജി അരച്ചു കുടിച്ചിട്ടുള്ള ആളാണ്, അതോറിറ്റിയാണ്. അത് ചുമ്മാ പറഞ്ഞിട്ട് പോലെ നീ എഴുതി വെക്കുക ശിവഗിരിയുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടോ. അതൊരു കോൺഫിഡൻസ്. നാം ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ആ വാക്കുകൂടിയാണ്, നാം ദൈവത്തെ നവോത്ഥാന നായകനെന്നോ വിപ്ലവകാരിയെന്നോ പറഞ്ഞില്ല. എന്നിട്ട് റൊമൈൻ റോളണ്ടിന് എഴുതിയെന്നാ പറയുന്നത് ഇദ്ദേഹം. ഞാനിങ്ങനെ ഒരു വലിയ അത്ഭുതത്തെ കണ്ടു, അത് പിന്നെ ഭാരതത്തിന്റെ തെക്കേയറ്റത്ത് ആ കടൽ തീരത്ത് കൂടെ ഒരു യേശു ക്രിസ്തു ഒരു ഹിന്ദു സന്യാസിയുടെ വേഷത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. യേശുക്രിസ്തുവിനെ അങ്ങേര് കാണുന്നത് ശ്രീനാരായണ ഗുരുവിൽ. അപ്പൊ യേശുക്രിസ്തുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താ വേണ്ടേ? ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. സാറേ, എന്നിട്ടും ശിവഗിരി മഠത്തിന്റെ തീർത്ഥാടന വേദിയിൽ വന്നിട്ട് ഈ പല നേതാക്കന്മാരും ശ്രീനാരായണ ഗുരു ഒരു മഹാമനുഷ്യനായിരുന്നു. ഇപ്പൊ അനീഷ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം കണ്ടു കാണുമല്ലോ. ഇല്ലേ, ശിവഗിരി തീർത്ഥാടനത്തിന്റെ വേദിയിൽ മാത്രമല്ല, നമ്മളുടെ ഒട്ടുമിക്കാൽ ശാഖകളിലും സംഭവിക്കുന്നത് ഇത് തന്നെ. ശാഖയിലെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും പോലും ഗുരു ദൈവമാണെന്നോ അല്ല ഇങ്ങനെ അറിയാൻ മേലാത്ത ധാരാളം അദ്ദേഹം ഭഗവാനെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഭഗവാനെന്ന് പറയണ്ട, സ്വാമി എന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ
അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ കൂട്ടുകാരെ കുറിച്ച് പറയുന്ന പോലെ ശിവഗിരിയിലെ ഈ ധർമ്മത്തിന്റെ ആ പഴയ പ്രതി അതിന്റെ കുറെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഡിജിറ്റലൈസ് എടുക്കുമ്പോഴൊക്കെ ഓരോ പേജിലും ഞാൻ മറിച്ചു നോക്കുമായിരുന്നു. അതിനകത്ത് എങ്ങും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്നുള്ള ഒരു വാക്ക്. അന്ന് കാലത്ത് ഗുരു ജീവിച്ചിരുന്നപ്പോ ഒരുപാട് ആളുകൾ എഴുതിയ പല പല ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതിലെങ്ങും ഇല്ല അദ്ദേഹം എന്നുള്ള വാക്ക്. ഇന്നത്തെ ഒരു ശാഖയുടെ സെക്രട്ടറി പോലും വളരെ കൂളായിട്ടാണ് പറയുന്നത് അദ്ദേഹം അരികപ്പുറത്തെ ശിവനെ. തിരിച്ച് നമ്മളൊരു കാര്യം നോക്കണം. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ചോ ശ്രീകൃഷ്ണനെ കുറിച്ചോ അങ്ങനെയുള്ള ആരെക്കുറിച്ച് ഏതെങ്കിലും ഒരു ദൈവസ്വരൂപത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഈ അദ്ദേഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. നമ്മൾ അറിയാതെ കൺട്രോൾ ആവുക അല്ലേ? ആ മര്യാദ നമ്മൾ കാണിക്കുന്നിടത്താണ് ബ്രെയിനകത്ത് ഇൻബിൽട്ട് ആണ് അദ്ദേഹം പറയാൻ പാടില്ല. പറയല്ല. അതെന്താണെന്നറിയാം, എനിക്ക് തോന്നുന്നത് ഇത് പഠിക്കാതെ ഇൻബിൽറ്റ് ആയ സാധനം. ഇത് ഒന്നും പഠിക്കുന്നില്ലല്ലോ. ഇതിപ്പോ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ധാരാളം ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചുമ്മാതെ പറഞ്ഞതല്ല, എഴുതി വെച്ചിട്ടുള്ളതും അല്ലെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത എല്ലാ വിഷയവും. ഇപ്പം CF ആൻഡ്രൂസിന്റെ കാര്യം പറഞ്ഞതും രവീന്ദ്രനാഥ ടാഗോറിന്റെ കാര്യം പറഞ്ഞതും ഇതെല്ലാം ഈ ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തെ പറ്റി പറഞ്ഞതും കുമാരനാശാന്റെ എല്ലാം ഈ പറയുന്ന ശാങ്കര ശതകവും ഈ പറയുന്ന സുബ്രഹ്മണ്യ കീർത്തനവും അല്ലെ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷമവും ദുഃഖവും ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അതിനകത്ത് ഗുരു ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പ്രചരിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കാരണം സമയം ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. സമയത്ത് അക്സെപ്റ്റ് ഇപ്പൊ പാതുകം നാമാവാമെങ്കിൽ വേൽ നാമായിക്കൂടെ. ചോദിക്കുക അത് തന്നെയല്ല. ആ വേലവിടെ കാണാതെ വന്നപ്പോൾ അങ്ങനെ ഒരു സംസാരം വന്നു. ആ പൂജാരിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ പാതകം ഞങ്ങൾ സ്വാമി ഇല്ലാത്തപ്പം പാതകം വെച്ച് പൂജിക്കും, സ്വാമി ഉള്ളപ്പം സ്വാമിയെ പൂജിക്കും, അതല്ല വേറൊരു പൂജ ഞങ്ങൾക്കില്ല എന്ന് ഒരു നല്ല ഭക്തന്റെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാമി പറയുന്ന എന്താ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഇല്ലേ? വേൽ നാമാകാമെങ്കിൽ പാതകം നാമാകാമെങ്കിൽ വേൽ നാമായി കൂടെ. പിന്നെ എന്തിനാ ഇതൊക്കെ മാറ്റുന്നതെന്ന് ചോദിച്ചിട്ട് ചുമ്മാ അങ്ങ് പോവുക. അല്ലാതെ നീ എന്തിനു വൃത്തികേടൊക്കെ കാണിക്കുന്ന ഇറങ്ങി പോടാന്ന് പറഞ്ഞ് അവിടെ ഓടിക്കുകയല്ല. അതിനെ ഗുരു അംഗീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. അല്ലെങ്കിൽ അത് അവിടെ ചെയ്യാൻ സമ്മതിക്കൂ? ഇനി ആവർത്തിക്കരുതെന്നൊരു വാണിംഗെങ്കിലും കൊടുത്തിട്ട് പോകണ്ടേ? അതുമല്ലല്ലോ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പൂജനീയനാണ് എന്ന് പറയാതെ പറയുക. സാറ് ഗുരുപൂജ ശിവഗിരി മഠത്തിൽ അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. 1904 ശിവഗിരി മഠം സ്ഥാപിക്കുന്നു. 1905 ശിവഗിരി മഠത്തിന് ഓഫീസ് ഉണ്ടാകുന്നു. തൊട്ട് പിന്നാലെ ഊട്ടുപുര വരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് ഈ ഗീതാന സ്വാമിയുടെ ശിവസ്മരണയ്ക്കകത്തൊക്കെ ഉണ്ട് ഒരു ചെറിയ ഇതിൽ എഴുതി തൂക്കിയിടുമായിരുന്നു, ഇന്ന് ഇന്നയാളുടെ മകന്റെ പിറന്നാളിന്റെ പേരിൽ ഗുരുപൂജ നടത്തുന്നു. അപ്പൊ ഗുരുപൂജ എന്ന വാക്ക് ഏതാണ്ട് ഒരു 1906 മുതൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത് നമ്മളാരും ഉണ്ടാക്കിയതല്ല. അന്ന് ഗുരുപൂജയാണ് പ്രസാദ വിതരണം. അതുപോലെ ഭാർഗവൻ വൈദ്യരെ ഗുരു ശാസിക്കുന്ന ഒരു രംഗമുണ്ട്. ഭാർഗവൻ വൈദ്യർ നമസ്കരിക്കാൻ വരാതെ മുങ്ങിക്കളയുമ്പം പിറ്റേ ദിവസം ഇന്ന് മുതൽ 2 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് നമ്മോടൊപ്പം ഗുരുപൂജയ്ക്ക് ഇവന് ഭക്ഷണം കൊടുക്കണ്ട. അപ്പൊ ഗുരുപൂജ എന്ന വാക്ക് ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഗുരു അല്ലാതെ വേറൊരു ഗുരു ഇല്ലല്ലോ. അപ്പം ഗുരുപൂജ, അപ്പൊ ഗുരുവിനുള്ള പൂജയായാണ് ഈ പ്രസാദം. അത് നമ്മൾ അരൂപ്പുറം കാലം മുതൽ സ്വാമി കഴിച്ചതിന്റെ മിച്ചം വന്ന ഭക്ഷണം എല്ലാവർക്കും ചേർത്തിളക്കി കഴിക്കുന്ന രീതി ആചാരപരമാണ്. മാത്രമല്ല അനീഷേ, നമ്മളിപ്പോൾ സംസാരിച്ച പല പോയിന്റും ശിവഗിരി മഠത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഈ അരൂപ്പുറം കാലഘട്ടത്തിൽ തന്നെ സ്വാമി ഇരുന്നിരുന്ന കസേരയുടെ സ്ഥാനത്ത് ഫോട്ടോ വെച്ച് ആളുകൾ പൂജിക്കുമായിരുന്നു. സ്വാമിയുടെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി പൂജിക്കുമായിരുന്നു. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്. അന്നും അരൂപ്പുറം പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ ഗുരു എത്ര ആളുകൾക്ക് രോഗം മാറ്റുകയും ദുഃഖം മാറ്റുകയും ചെയ്തിരുന്നു. അന്നും ഇപ്പം ജബലിംഗം മൂത്തപിള്ള അരൂപ്പുറം പ്രതിഷ്ഠയ്ക്ക് 3 കൊല്ലം മുമ്പേ അരൂപ്പൂർ തിരുമസാര അന്നും സ്വാമി ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമുക്ക് രോഗം മാറ്റാൻ മരുന്നൊന്നും അറിയില്ലല്ലോ. ഒരു ചോദ്യം. അപ്പൊ ഇവര് പറയുന്ന മറുപടി, സ്വാമി അനുഗ്രഹിച്ചാൽ രോഗം മാറുമെന്ന് എല്ലാവരും പറഞ്ഞ് അതുകൊണ്ട് വന്നതാണ്. വീണ്ടും ചോദിക്കുന്നത്, നാം അനുഗ്രഹിച്ചാൽ രോഗം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അതൊരു വിശ്വാസത്തിന്റെയും ആരാധനയുടെയും പൂജയുടെയും അല്ലെ, ആരെന്നെ ചോദിച്ചാലും. ഇപ്പൊ സാറ് പറഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നമ്മുടെ ഈ നാഗമ്പടത്ത് ചോദിക്കുമ്പോൾ പോലും ഗുരു അവിടെ ചോദിക്കുന്നുണ്ട്, നാം അനുഗ്രഹിച്ചാൽ ശിവഗിരി മഠം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നോ? അവരോടും ചോദിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗുരു ആരാധനയെ, ആ പൂജാവിധിയെ, അതിന് ആ ഒരു കാരണം ഇത് പെട്ടെന്ന് സാറിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഭഗവാൻ ആര് ദൈവമാര് അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്ന അത് ബേസിക് ലെവലിലെ സോക്കോൾഡ് ദൈവസങ്കല്പത്തിൽ ഇവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാമി അംഗീകരിച്ചിരുന്നു.
അത് അംഗീകരിക്കും. അത് അംഗീകരിച്ചിരുന്നു. ഗുരുവിന്റെ ശിഷ്യന്മാരടക്കമുള്ള ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന് വന്ന് ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഗുരുവിനൊപ്പം ജീവിച്ചതിന് ശേഷം ഇപ്പൊ നിശ്ചലദാസ്വാമി പറഞ്ഞിട്ടുണ്ട്, ധീരൻ ശ്രീനാരായണ പരമഗുരു പരബ്രഹ്മമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ഒരൊറ്റ കവിത എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് സൂരീന്ദ്രാംബോജ സൂര്യൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഗുരുവിനെ വർണ്ണിക്കുകയാണ്. അതിൻ്റെ അകത്ത് പറയുന്നതാണ് ധീരൻ ശ്രീനാരായണ പരമഗുരു പരബ്രഹ്മമാണ് എൻ്റെ ദൈവം. എന്ത് ഇതായിട്ടാ പറഞ്ഞു ഇവര് വെക്കുന്നത്. പ്രൊഫസർ എം കെ സാനു സഹോദരൻ അയ്യപ്പനോട് നേരെ ചോദിക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ, അത് ഇവരെല്ലാം ഉള്ള കാലത്ത് ആണല്ലോ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരം കേൾക്കുന്നുണ്ട്, മാസ്റ്റർക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പം പറയുന്നതാണ്, ഒന്ന് ചിരിച്ചിട്ട്, എന്താ യുക്തിവാദി മാസികയുടെ എഡിറ്ററൊക്കെ ആണല്ലോ, അപ്പം അങ്ങനെ ചുമ്മാ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, ഒന്ന് ചിരിച്ചിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് പറഞ്ഞു, അതൊക്കെ എന്തായാലും ശ്രീനാരായണ ഗുരുവിന് അതീന്ദ്രിയ ശക്തിയുണ്ട്, പരഹൃദയ ജ്ഞാനമുണ്ടെന്ന് ബോധ്യം വരുന്ന പല സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പരഹൃദയ ജ്ഞാനം ത്രികാലജ്ഞാനികളാണല്ലോ, അത് ഗുരു സ്വയം പറയുകയാണ്. ഈ സഹോദരൻ അയ്യപ്പൻ നേരിട്ട് പറയാണ്, അത്ര അടുത്ത് കണ്ട ആളുകളാണ്. അതെ, അത് എഴുതുമ്പോൾ ജയ ഭഗവാനെ എന്ന് വിളിച്ചത് എത്ര പ്രാവശ്യം, ഒരു 4 ലൈനിൽ 10 പ്രാവശ്യം വരുന്നു. അതെ അതെ വിളിച്ചിരിക്കുവാണ്, ആവർത്തിച്ച്. സാർ എനിക്ക് തോന്നുന്നത് ഈ സയൻസ് ദശകം എഴുതിക്കൊണ്ടും അല്ല ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരു റെവല്യൂഷണൈസ്ഡ് തോട്ടിൽ സംസാരിച്ചതുകൊണ്ടും ആയിരിക്കും കുറെ ആളുകൾ സഹോദരൻ അയ്യപ്പൻ ദൈവമായിട്ട് കണ്ടിരുന്നില്ല എന്നൊരു വാദഗതി കുറച്ച് ആളുകളെങ്കിലും. അതിനുള്ളത് ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് സമൂലം മാറി അങ്ങപ്പുറത്ത് ചാടി വീണ് കാൽക്കൽ വീണു. ജരാരുജാമൃതി അല്ലാതെ വരത്തില്ല. അത് ആദ്യാവസാനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി പര്യന്തം എഴുതിയതാണെന്നുള്ള രീതിയിൽ മാത്രം കാണണ്ട, നമ്മുടെ കണ്ണ് പറയുന്ന രീതിക്കാണ്. പദപ്രയോഗങ്ങൾ സുന്ദരം കവിതയാണ്. അതിനൊക്കെയുള്ള ശേഷിയുള്ള ആളുകളായിരുന്നല്ലോ ഇവരെല്ലാം. ശരിക്കും സാർ നമ്മുടെ കേരളത്തിലെ സാഹിത്യ മണ്ഡലത്തിൽ ഈ സമാധിഗാനം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. വളരെ ചെറിയ ശ്ലോകം, ഒരു ചെറിയൊരു പോയം, അതിന്റെ അർത്ഥതലം കൃപയും ജ്ഞാനവും ഫലിതവും ചേരുന്ന മധുരഭാവന മനോജ്ഞമാണ്. എന്തൊരു പ്രയോഗമാണ്. ഭാരതഭൂമിയെ വിഴുങ്ങും ജാതിയോട് അടരനായി ഭഗവാൻ അണിനിരത്തിയ വലിയ സേനകൾ പടനായകൻ പോയി വിഷമിക്കുന്നല്ലോ, നമ്മൾ കരഞ്ഞു. പിന്നെ ആ തിരുമുഖമിനി തിരളാതായല്ലോ. എന്തൊരു പ്രയോഗങ്ങൾ, എന്തൊരു ഫീലിംഗിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. മനോവിജയത്തിൽ അവരൊക്കെ ശരിക്കും കവിത എഴുതാൻ തന്നെ കുത്തിയിരുന്ന് കവിത എഴുതിയെങ്കിൽ മഹാകവികളായിട്ട് മാറാൻ പൊട്ടൻഷ്യലുള്ള ആളെ ഒരു കുമാരനാശം മാത്രമല്ല. സാർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മുടെ ഈ ചർച്ചയുടെ അത് വിവാദമാവുന്നിരിക്കുക. നമ്മളിപ്പോഴും ഈ ഉള്ളൂര്, വള്ളത്തോള്, അല്ലെങ്കിൽ ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, ഇവരെയൊക്കെ കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിലെ കവിതകളുടെ ഇന്റലക്ച്വൽ ടൈക്കൂൺസ് എന്ന ലെവലിൽ നമ്മൾ, പക്ഷെ ഈ സഹോദരൻ അയ്യപ്പൻ്റെയൊക്കെ ഈ ഒരു ഒറ്റ കവിതയോട് സാർ കിടപിടിക്കാൻ പറ്റുന്നത്. ഇതിനൊരു കവിതയെ ഞാൻ വിളിക്കുക കേട്ടോ, സമാധിഗാനം എന്നുള്ള തലവടെ നിൽക്കട്ടെ, ഒരു കാവ്യ സങ്കല്പത്തിൽ ആ ഒരു കവന സൗകുമാര്യതയിൽ എന്തും വരികളില്ല. ഒന്നാന്തരം വാക്കുകളാണ് ഉപയോഗിച്ചത്, ഒന്നാന്തരം വാക്ക്, നിലവാരമുള്ള വാക്കുകൾ. അതാ ആദ്യ ലൈൻ തന്നെ, ജരാരുജ മൃതി ഭയമഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു എന്ന് പറയുമ്പോൾ അതിന്റെ ഒഴുക്ക് കേട്ടോ. അതാണ് കവിത, അതാണ് കവിത. അല്ല ചുമ്മാ കുറെ വാക്കുകൾ വാരി വിതരുന്നതല്ല. ജയനാരായണ അനുഷർ ഈ വാക്ക് ഭയങ്കരല്ലേ, മനോവിജയത്തിൽ ഒളിവാം ദിവ്യമാം. അങ്ങനെ ഒരാളുടെ ഈ സ്വന്തം കയ്യിലിരിപ്പ് 100% മാറ്റിമറിക്കുന്ന തലത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ എന്ന് സഹോദരൻ അയ്യപ്പൻ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആശാനൊക്കെ ആദ്യ ദിവസം തന്നെ ഗുരുഭക്തനായി മാറിയ ആളാണ്. പക്ഷെ ഇയാളൊക്കെ വളരെ താമസിച്ച്, വളരെ ആലോചിച്ച്, അങ്ങനെയാണോ 100 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ട്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലും കൂടെ അങ്ങനെയുണ്ട്. ഇവ നമുക്കാണേലും അങ്ങനെയല്ലേ, ഇവ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അയ്യോ അവരെന്തോ വിചാരിക്കും എന്ന് കണ്ട് നമ്മൾ ചെയ്യാത്ത ആളുകളാണ് നമ്മൾ പലരും, അല്ലേ? നമുക്ക് ചെയ്യണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല. അവരെന്ത് വിചാരിക്കും? ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പൊതുവെ പറഞ്ഞാൽ പല ആളുകളും ഈ അയ്യപ്പൻ്റെയൊക്കെ ശബരിമലയുടെ, ഇപ്പം ശബരിമല കഴിഞ്ഞല്ലേ ഉള്ളൂ, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ചുമതലയൊക്കെയുള്ള ആളുകൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നണമെന്ന് കാണും. പക്ഷേ
രണ്ടും കൂടെ വരാത്ത ഒരവസ്ഥ ഉണ്ടല്ലോ. ഇങ്ങനെ പിടിച്ചേക്കാ, പൊങ്ങരുതേ കൈ പൊങ്ങരുതേ. അത് നമ്മുടെ അപ്പിയറൻസിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ. അതെ അതെ, അപ്പൊ അതിനെ മറികടക്കാൻ പറ്റാതെ നമ്മൾ പിന്നെ അതങ്ങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയില്ലേ എന്ന് പറഞ്ഞതുപോലെ പലർക്കും ഗുരുവിനെ ഭഗവാനെ വിളിക്കും, അതല്ല പറഞ്ഞു വിളിക്കണമെന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഈ ഒരു പൊസിഷൻ നിന്നുകൊണ്ട് വിളിക്കത്തില്ല. പിന്നെ ഇതിലൊക്കെ മാറ്റം സംഭവിക്കും. കാരണം സാമൂഹ്യ മാറ്റങ്ങളൊന്നും ഓവർനൈറ്റ് വരുന്ന കാര്യങ്ങളാണ്, അതിന് സമയമെടുക്കും. റിഫർമേഷൻ ഇപ്പം വലിയ വാഗ്മികളായ ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എല്ലാ പ്രഭാഷണത്തിലും തന്നെ എന്തെങ്കിലും പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു വലിയ അത്ഭുതം ഉണ്ടായി. ആ മനുഷ്യനുണ്ടല്ലോ, നെച്ചൂർ വെങ്കട്ടരാമൻ, അദ്ദേഹം പാലക്കാട് വരുന്നു, അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ക്ഷണിക്കണമെന്നും പറഞ്ഞ് ബാലാജി സാറും ഞാനും മണിക്കൂട്ടും സുനിലും കൂടി അവിടെ പോയി, പാലക്കാട് പോയി. പാലക്കാട് ബ്രാഹ്മണ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഹാളൊക്കെയാണ്. അവിടെ ഒരു പ്രഭാഷണമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ പ്രഭാഷണം ഉള്ളതാണ്. അവിടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. അവിടെ കയറിയിരുന്ന് പ്രഭാഷണം തുടങ്ങി ഒരു 1.25 മണിക്കൂർ അങ്ങനെ സംസാരിച്ചു. പറഞ്ഞു തുടങ്ങിയപ്പോൾ 50% ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശത്തിൽ നിന്ന് അയാൾ പാലക്കാട് ബ്രാഹ്മണ സമൂഹത്തിൽ പ്രസംഗിക്കുന്നത്. നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ഉള്ളപ്പം അതല്ല, ഞങ്ങളെ അറിയത്തില്ല. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയോ ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്നൊന്നും പോലും അറിഞ്ഞിട്ടില്ല. ഭാരവാഹികൾക്ക് പോലും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ചുമ്മാ കാഴ്ചക്കാരായിട്ട് നമുക്ക് വെറുതെ വേണമെങ്കിൽ സേവാനികേതന്റെ ആള് വന്നതുകൊണ്ടൊന്നുമില്ല, നിങ്ങളെ കാണുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് ഒന്നും കൊടുത്തിട്ട് ചെന്നതല്ല. ചുമ്മാ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറി പോയതാണ്. അവിടെ ചെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന ഗുരുവിൻ്റെ എന്തിയൊരു കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടാൽ അപ്പം നമുക്ക് സംശയം തോന്നും, ഞങ്ങളെ കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ പറയണം. അത് കഴിഞ്ഞാണ് പിന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. അപ്പം അവരൊക്കെ ഇതേക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വരും. ആ ലെവലിലേക്ക് ഉയർന്നില്ല. പക്ഷെ അവരെല്ലാം ഈ വിഷയം എടുത്തിട്ടുണ്ട്. ചിദാനന്ദപുരിയുടെ ദൈവദേശത്തെക്കുറിച്ച് 5 ക്ലാസ്സുകൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. സാറേ, സജീവകൃഷ്ണ സാറ് ഗുരുസാഗരത്തിനകത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നെച്ചൂർ സ്വാമിയായിട്ട്. ഗംഭീരമായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് പോയി തിരുവനന്തപുരത്ത് ചെന്നപ്പം ഗംഭീരമായിട്ടത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് അത് ഇപ്പം പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇത് മാറും. ഈ മാറ്റം വരണമെങ്കിൽ നമ്മളും എല്ലാവരും തൽപരരായവരെല്ലാവരും ഈ ടീം ഇതിപ്പം ചെയ്യും പോലെ ഇത് കൈകാര്യം ചെയ്യണം. സാർ, എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഗുരുപുഷ്പാഞ്ജലി ഒന്നുകൂടി പ്രചരിപ്പിച്ചാൽ, ഈ ഗുരുപുഷ്പാഞ്ജലി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ആളുകൾ പലരും എവിടെ പോവാ, SNDP പോവാ, എന്താണ് ചതയുണ്ടല്ലോ, എന്നെ ഒരു ഗുരുപൂജ ചെയ്തേക്കാം. ഈ ഗുരുപൂജ എന്ന് പറയുമ്പോൾ അവിടെ ഗുരുപുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ഗുരുപുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ 108 മന്ത്രങ്ങൾ ഉപാസിച്ചുകൊണ്ട്, പക്ഷെ ഇതിനനുസരിക്കുന്ന നമ്മുടെ ആളുകളുണ്ടല്ലോ. അപ്പം ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഒരു ശ്രീകൃഷ്ണ പുഷ്പാഞ്ജലിയോ നടത്തുമ്പോൾ അതിന് കൊടുക്കുന്നൊരു പ്രാധാന്യം ഇവർ ഈ ഗുരുപൂജയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഗുരുപൂജ കൗണ്ടർ ഫോൾഡ് ഭക്ഷണം കഴിക്കുന്ന പോരുന്നത് സത്യത്തിൽ ഗുരു എന്താണെന്ന് വരച്ച് കാണിക്കുന്ന ഗുരുവിൻ്റെ ഒരു ബയോഡേറ്റ് നമുക്ക് വേണമെങ്കിൽ സിംപിളി ഇച്ചിരി കുറഞ്ഞ നിലവാരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു ബയോഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ? ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ, ഓം സംസാര താപശമനായ നമഃ, ഓ മനുഷ്യ വിഗ്രഹായ നമഃ, സത്വഗുണോത്തമായ നമഃ, പ്രഹഷ്ടാത്മനേ നമഃ, വീതരാഗമയ ക്രോധശോക മോഹമാനസായ നമഃ, അവ്യയായ നമഃ, നിർമ്മലായ നമഃ. ഓരോ മന്ത്രവും നിഗമാന്തജ്ഞായ നമഃ. ഇങ്ങനെ പോരുമല്ലേ? ഈ മുന്നോട്ട് പോയാലോ? ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമഃ, ദർശനമാത്രേ ഭഗവദ്ധ്യാന വാസന പ്രദായകായ നമഃ, അന്നമയാദി കോശ വിലക്ഷണായ നമഃ, തുഷ്ടായ നമഃ, ശിവായ നമഃ, സമ്പൂർണ്ണ ചൈതന്യായ നമഃ, നിരാകരണ ചേതസേ നമഃ. നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നിലും തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സാർ, നമ്മൾ കൃത്യമായി ഒരു ബയോഡേറ്റ വിശദീകരണം പോലെ ഇതാണ് ഗുരു. ഇനി 107 വിദ്യാസമ്പദേ നമഃ, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമഃ. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അഖണ്ഡ സച്ചിദാനന്ദേക്കും തീരാറായല്ലോ. ഇപ്പോഴും നമ്മൾ അവിടെ നിൽക്കുക. ഇതിനു മുമ്പ് ഈ ഗുരു ആരാണെന്ന് വരച്ച് സച്ചിദാനന്ദസ്വാമിയുടെ ശ്രീനാരായണ ശിവലിംഗത്തിനകത്ത് സച്ചിദാനന്ദസ്വാമി ഒരു നിരീക്ഷണം പറയുന്നുണ്ട്. ഈ ഗുരുപുഷ്പാഞ്ജലി, ഞാൻ അതാണ് ആ ബുക്കോടെ കൂട്ടിയത് പറഞ്ഞത്. ഗുരുപുഷ്പാഞ്ജലി മന്ത്രം രചിക്കുവാൻ ചൈതന്യസ്വാമിക്ക് പ്രേരണയായ ഒരു കൃതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ശതകം എന്നാണ് അതിൻ്റെ പേരെന്നാണ് ആ ബുക്കിൽ സ്വാമി പറയുന്നത്. അന്ന് ചാവക്കാട് വിവേകാനന്ദ സത്രത്തിൽ ഇരുന്നുകൊണ്ട് എഴുതിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ആത്മോപദേശ ശതകത്തിൻ്റെ അതേ ടെക്സ്ചറിൽ ഗുരുവിൻ്റെ സമൂലമായ വിവരണം പറയുന്ന 100 ശ്ലോകങ്ങൾ, പക്ഷെ അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ഓരോ ശ്ലോകത്തിൻ്റെയും
അതിൻ്റെ ഒരു ക്രീക്ക് ഉണ്ടല്ലോ, അതിനകത്തെ ആ സെയിം മുട്ട് അതിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വലുതാക്കിയിട്ടാണ് എനിക്കത് എത്രമാത്രം ബുക്കൂടെ കൂട്ടി സ്വാമിയുടെ ഒരു നിരീക്ഷണമാണ് പലരും പറഞ്ഞുണ്ടാവാം. അങ്ങനെ ഒരു പക്ഷേ സാധ്യതയുമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനോട് നമ്മൾ അനുകൂലിക്കേണ്ടി വരും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ചൈതന്യ സ്വാമി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദർശനം മാത്രമേ ഭഗവത് ധ്യാനം, കാണുമ്പോൾ തന്നെ ഈശ്വര വിശ്വാസവും ആരാധനയും ഉണ്ടാക്കുന്ന ഇത് കവിക്ക് പറ്റുമോ? നമുക്ക് അയ്യങ്കാളെ കാണുമ്പോൾ തോന്നുമോ? മഹാത്മാഗാന്ധിയെ കാണുമ്പോൾ തോന്നുമോ? ടാഗോറിനെ കാണുമ്പോൾ തോന്നുമോ? എന്ന് ആലോചിച്ച് നോക്കിയാൽ ഈശ്വര അത്രയ്ക്കും പവർഫുൾ ആയിട്ട്, അത്രയ്ക്കും ശിവായ നമഃ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഗുരു കണ്ടത് വായിച്ചു നോക്കിയതല്ലേ. അതെ, ഇതുപോലെ തന്നെ മറ്റൊരു വലിയ തെളിവുള്ളതേ രമണാശ്രമത്തിൽ പോയല്ലോ 1916. രമണ മഹർഷിയെ ഈ പറയുന്ന ഗുരുവിനെ അദ്ദേഹം എന്ന് വിളിച്ച് നടക്കുന്നവരും ഗുരു ദൈവമല്ല അല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്നവരുമായ ആളുകൾ മുഴുവൻ രമണ മഹർഷി അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം വേറെയാണ്. അതിൻ്റെ പേരിപ്പോൾ ഇവിടെ പറയുന്നത് സഭ്യമല്ല, അതുകൊണ്ട് പറയുന്നില്ല. അതിൻ്റെ കാര്യം വേറെയാണ്. പക്ഷേ അങ്ങനെയുള്ളിടത്ത് രണ്ട് ബ്രഹ്മജ്ഞാനികൾ, രണ്ട് ബ്രഹ്മനിഷ്ഠന്മാർ തമ്മിൽ കണ്ടപ്പെടുത്തിയ ആ ഒരു അവസ്ഥയില്ലേ, അത് വളരെ വിശദമായിട്ട് ഇപ്പം രമണാശ്രമത്തിലും തന്നെ ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ എഴുതി വെച്ചതൊന്നുമല്ല, നമ്മുടെ ആരും എഴുതിയതല്ല. അവിടെ ഉള്ളവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിലൊന്നും സംസാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ചെന്നയാളും കാണുന്നയാളും രണ്ടുപേരും ഒരേ തലത്തിൽ നിൽക്കുന്ന രണ്ട് ബ്രഹ്മനിഷ്ഠന്മാരാണെന്നുള്ളതിന് കംപ്ലീറ്റ് തെളിവല്ലേ അത്. അവർക്കൊന്നും ചോദിക്കാനില്ല. കോ നാമ, അത്ര പേര് ചോദിക്കണ്ട, വീട് എവിടെയാന്ന് ചോദിക്കണ്ട, താൻ ആരാന്ന് ചോദിക്കണ്ട, എല്ലാം അറിയാം. പരഹൃദയ ജ്ഞാനം, അതിൻ്റെ വിത്തുകളാണ് രണ്ടുപേരും. അവരങ്ങനെ മിണ്ടാതിരുന്നിട്ട് പോരുമ്പോൾ ശാപ്പടില്ല എന്നൊരു വാക്കാണ് മഹർഷി പറഞ്ഞേക്കുന്നത്. ആ മഹർഷിയുടെ ശാപ്പാട് തമിഴിൽ പറയാണ്, സ്വാമി തിരിച്ചു പറയാണ്, പ്രസാദം കണക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് പോയത് കഴിക്കുന്നത്. കഴിച്ചിട്ട് തിരിച്ചു പോരുകയല്ലാതെ ഇവർ തമ്മിൽ യാതൊരു ഡയലോഗും ഇല്ല. അതേക്കുറിച്ച് രമണ മഹർഷി പറഞ്ഞത് അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ, രമണാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹി ഹാഡ് നത്തിങ് ടു ടെൽ മീ, ശ്രീനാരായണ ഗുരു ഹാഡ് നത്തിങ് ടു ടെൽ മീ, ഫോർ ഹീ ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഇൻ്റലക്ച്വൽ സൂപ്രമസി എന്നാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഇൻ്റലക്ച്വൽ സൂപ്രമസി. ഹി ഈസ് എ മഹാത്മാ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ്റലക്ച്വൽ സൂപ്രമസി പറഞ്ഞത് അവരുടെ പുസ്തകങ്ങളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അഭിപ്രായം. ഇത് രമണ മഹർഷിയുടെ സർട്ടിഫിക്കറ്റാണ്. ഇവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, വിവരം ഉണ്ടെങ്കിൽ ആർക്കും മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ 2-3-4 പോഡ്കാസ്റ്റിൽ ചെയ്തപ്പോഴും നമ്മൾ അവസാനം പറഞ്ഞു വെച്ച വാക്കിൽ തന്നെ ഇതിലും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പഠിക്കുക അല്ലേ, പ്രചരിപ്പിക്കുക. അതെ, രണ്ടാണ്. പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കും. ഗുരുവിനെ സംബന്ധിച്ച് ഒരു കമന്റ് പറയുന്നതിന് മുമ്പ് ഒരു ജീവചരിത്രമെങ്കിലും വായിച്ചിട്ട് നമ്മൾ ആരംഭിച്ച അവിടെയാണ്. സാറും നമ്മളും ആരംഭിച്ച അവിടെയല്ലേ. ഇത് ആര് പറഞ്ഞു? ഭഗവാൻ എന്ന് വിളിക്കാവോ, ദൈവം എന്ന് വിളിക്കാം. അപ്പം ഇത് ഒന്ന് നോക്കിയിട്ട് സ്വാമി ഇത് കേട്ടിട്ടുണ്ടോ, സ്വാമി അംഗീകരിച്ചു. നമ്മൾ പറഞ്ഞിട്ട് വളരെ ചെറിയ പോർഷൻ മാത്രമേ അത് പറഞ്ഞു പോയുള്ളൂ. പക്ഷെ എങ്കിലും നമുക്ക് എവിടെ ചെന്നാലും ഭഗവാനെ എന്ന് വിളിക്കുന്ന 100 അനുഭവങ്ങൾ. ഞാൻ വളരെ സിമ്പിളായ എക്സാമ്പിൾ നമ്മൾ പലതും പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ തലശ്ശേരി വിഗ്രഹം അല്ലെങ്കിൽ കോലത്തുകര അല്ലെങ്കിൽ ഗുരുപുഷ്പാഞ്ജലി കുറച്ച് മേജർ ആയിട്ടുള്ള ഇൻസിഡന്റ് നമ്മൾ പറഞ്ഞു പോയത്. സിമ്പിളായി ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കൊരു ഇങ്ങനത്തെ ഒരു മണിക്കൂറൊക്കെ നിൽക്കുന്ന ഒരു ഡിസ്കഷൻ അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെയും ഈ ചർച്ച കാണുന്ന ഒരു 1000 പേരോ 10,000 പേരോ കണ്ടെങ്കിൽ അതിലൊരു 10 പേർക്കെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിച്ചാൽ 2-3 പോയിന്റ്സ് അവർക്ക് മറുപടി പറയാം. സാറിന്റെ പുസ്തകത്തിന്റെ ആ ഒരു സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിന്നെ ആരാണ് എന്ന് പറയാൻ തോന്നുക എന്നാണ് നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ സംഭവത്തിന്റെയും സോളിഡ് വർഷം, ഇതെന്ന്, എവിടെ വെച്ച്, ഏത് പുസ്തകത്തിൽ, ആരോട്, കുറച്ചുകൂടി മറികടന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കൃതികൾ പഠിക്കുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനു മുമ്പ് അത് അടുത്തൊരു സ്റ്റെപ്പിലാണ്. അത് തന്നെ, കൃതികളിലോട്ട് നമ്മൾ കടന്നേയില്ല. കൃതികളിൽ തന്നെ ഗുരു എത്രയിടത്ത് പറയുന്നു നാം ശരീരമല്ല അറിവാകുന്നു എന്നുൾപ്പെടെ ഇങ്ങോട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനാവുന്നു, ആത്മവിലാസത്തിൽ പറഞ്ഞു. എല്ലാം ഇത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പിന്നെ കൃതികളെ കുറിച്ചൊരു വാസ്റ്റ് ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ ആത്മോപദേശത്തിലുമുണ്ട്. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും, ഇനിയും വരവറ്റ് നിൽപ്പതേകം അറിവത് നാം അത് തന്നെ, അല്ലേ? എന്ത് ഇതായിട്ടാ പറയുന്നത്. അറിവ് ഈശ്വരനാണെന്ന് പറയുന്ന ഗുരു ഒരു സൈഡില് അറിവ്, അല്ലേ, ഒരു കുറി നാം അറിയാത്തതായിട്ടൊന്നുമില്ല, ഒരു മറവാൽ അറിവിൽ ഉണർന്നതെല്ലാം കൃതികളെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചർച്ച തന്നെ. അത് നമുക്ക് അല്ല അനീഷ, ഞാൻ പറഞ്ഞ പോയിട്ട് അതാണ്.
ഈ കൃതികളിലൂടെ നമ്മൾ പൊതുവേ നമ്മുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ഗുരുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ ഗുരുവിന്റെ കൃതികളിലേക്ക് വരും എന്ന് പറയും. അത് വസ്തുതയാണ്, അങ്ങനെ തന്നെ വേണം. പക്ഷെ അതിനു മുമ്പ് ഈ സാർ അന്ന് ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യൻ, ഒരു സയന്റിസ്റ്റ് ആയല്ലോ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എന്നിട്ടും നിങ്ങൾ പൂജിക്കുന്നത് ഗുരുനിന്ദയല്ലേ? ഈ ചോദ്യത്തിന് ആൻസർ വേണം. അതെ അതെ അതെ. കാരണം സ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്നാന്ന് പറയാം, ഇനി നടക്കാൻ പോകുന്നത് നടന്നിട്ടില്ല സാർ, നടക്കാൻ പോകുന്നതാണ്. സാറ് നോക്കിയോ, ബിൻചേട്ടനെ നോക്കിയോ, ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴെ വന്നിട്ടും കമന്റ് ഇടും. അതാണ് ഏറ്റവും വലിയ കോമഡി ഇറക്കാൻ പോകുക. ഇതിന്റെ താഴെ വന്നിട്ട് നിന്നടക്ക് ആരാണ് പറഞ്ഞ ഗുരു ദൈവമാണെന്ന് ചോദിക്കുന്ന ധാരാളം കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യൻ എനിക്കൊരു വീഡിയോ വെച്ച് തന്നായിരുന്നു. ഈ തവണത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞ സാരിയും മഞ്ഞ മുണ്ട് കൊടുത്ത് ഒരു കൂട്ടം തീർത്ഥാടകർ പോകുമ്പോൾ ഒരാൾ നടന്നു വന്നിട്ട് പോയിട്ട് പറയുകയാണ്, ഇവനൊക്കെ തലയ്ക്ക് ഭ്രാന്താണോ? അതും അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ SNDP കാരനാണെന്ന്. ഞാൻ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഇവന്മാർക്ക് ഭ്രാന്താണെന്ന്. തന്നെ പൂജിക്കരുതെന്ന് പറഞ്ഞ ഗുരുവിന്റെ ഫോട്ടോയും പിടിച്ചോണ്ട് ആണ്ട നാമം ചൊല്ലിക്കൊണ്ട് പോകുന്ന ഇവന്മാർക്ക് ഈ 2025 തീർത്ഥാടനത്തിന്റെ ഒരു മാസം മുമ്പത്തെ കഥയായി പറഞ്ഞു. ഒരു മാസം ആയില്ല. അപ്പൊ അത് എന്ത് കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം ചർച്ചകൾ പോകേണ്ടതിന് ഒരു വസ്തുത അതാണ്. നമ്മളൊരു പരിപാടി നടത്തുന്നതിന് മുമ്പ് ആ സ്ഥലം ഒന്ന് അടിച്ചു വൃത്തിയാക്കി, ഈ ഗ്രൗണ്ട് ഒന്ന് അടിച്ച് വൃത്തിയാക്കണമെങ്കിൽ ഇത്തരം ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഗുരുദേവ കൃതി ഗുരുവിന്റെ മുമ്പ് ആരെങ്കിലും ഒരു ആചാര്യന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഗുരു ആരാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ അതിനോടുള്ള അപ്രോച്ച് നമ്മുടേത് മാറും. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ തൽക്കാലം നമുക്ക് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു വിഷയവുമായിട്ട് തന്നെ നമുക്ക് കൂടുതൽ ഈ പറയുന്ന ഗുരുവിൻ്റെ കൃതികളിലേക്കും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വിഷയത്തെപ്പറ്റി നമുക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ വേറെ ചർച്ചകളിലൂടെ ഒക്കെ നമുക്ക് പറയാം. ഇതിലും നമുക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഗുരുവിനെ പഠിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ അത് പ്രചരിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം അങ്ങനെ എല്ലാവർക്കും ഗുരുവിനെ പഠിക്കുവാനും ഒക്കെ ഉള്ള അനുഗ്രഹം, ഗുരുവിൻ്റെ തന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഇവിടെ പങ്കെടുത്ത ശിവരാമൻ സാറിനോടും ബിൻചേട്ടനോടും ഒക്കെയുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.